വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ അവയവ മാറ്റത്തിനുള്ള ശസ്ത്രക്രിയ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തുടങ്ങി 7 അവയവങ്ങളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, 7 അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ ബിൽജിത്ത് മരിക്കാത്ത ഓർമ്മയായി മാറുകയാണ്. ഇതിനെല്ലാ പ്രൊസീജിയേഴ്സും കേസോട്ടോ വഴിയായിരുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു ബ്രെയിൻ ഡെത്തിലേക്കുള്ള ഒരു ഡിക്ലറേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം വന്നത്. അതിനെ തുടർന്ന് 2 ആപ്നിയ ടെസ്റ്റുകൾ നമ്മൾ നടത്തുകയുണ്ടായി. തുടർന്ന് കേസോട്ടയിൽ നമ്മൾ അപ്ലൈ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ ലിസി ഹോസ്പിറ്റലിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കിഡ്നി നമ്മൾ GMC കാലിക്കറ്റിലേക്കാണ്. മറ്റൊരു കിഡ്നി നമ്മൾക്കിപ്പോൾ ഫസ്റ്റ് അലൊക്കേഷൻ വന്നിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ നമ്മുടെ ലിവറും അതുപോലെ ഇൻഡസ്ട്രീനും അത് മെയിനായിട്ട് നമ്മൾ അമൃതയിലേക്കാണ്. പിന്നെ കോർണിയ നമ്മൾ LF ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്, അലൊക്കേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. പ്രൊസീജിയേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10:45 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കാർഡിയോളജി സൂചിപ്പിച്ചത് കാർഡിയോളജിയുടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഹൃദയത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അത് തന്നെ അതിൻ്റെ പ്രോസസ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. അതിൻ്റെ പ്രോസസ്സിലാണ്. തുടർന്നാണ് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. ഇതിനെല്ലാ പ്രൊസീജിയേഴ്സും കേസോട്ടോ വഴിയായിരുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു ബ്രെയിൻ ഡെത്തിലേക്കുള്ള ഒരു ഡിക്ലറേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം വന്നത്. അതിനെ തുടർന്ന് 2 ആപ്നിയ ടെസ്റ്റുകൾ നമ്മൾ നടത്തുകയുണ്ടായി. തുടർന്ന് കേസോട്ടയിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതുവഴിയാണ് അതിൽ ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത്, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, 7 അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ മരിക്കാത്ത ഓർമ്മകളായി മാറുകയാണ് ബിൽജിത്ത്. ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിലേക്കാണ് ബിൽജിത്തിന്റെ ഹൃദയം കൊണ്ടുപോകുന്നത്. നേരത്തെ 13-കാരിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ലിസി ആശുപത്രിയിലാണ്. അപ്പോൾ ബിൽജിത്തിന്റെ ഹൃദയമായിരിക്കുമോ ഈ 13-കാരിക്ക് മാറ്റിവെക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഹൃദയം ഉൾപ്പെടെ 7 അവയവങ്ങൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മരിച്ച ബിൽജിത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടന്നു വരുന്നു. പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ ലിസി ആശുപത്രിയിൽ നിന്നുള്ള ഒരു സംഘം ഡോക്ടർമാർ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിശോധനകളിൽ ഹൃദയം അനുയോജ്യമാണ് എന്ന് കണ്ടാൽ ഉടൻ തന്നെ അത് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ 13 വയസ്സുള്ള കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നത്. ഹൃദയം കൂടാതെ മറ്റ് 6 അവയവങ്ങൾ കൂടി ബിൽജിത്തിൽ നിന്ന് മാറ്റിവയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കാണ് ഇവ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണുകൾ, അതുപോലെ തന്നെ കരൾ, പാൻക്രിയാസ്, ഇങ്ങനെ 7 അവയവങ്ങളാണ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. കേസോട്ടോ മുഖാന്തരമാണ് ഇതിനുള്ള രജിസ്ട്രേഷനും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം തന്നെ നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലം പത്തനാപുരം സ്വദേശിയായ വാഹനം ഇടിച്ചു മരിച്ച ഹോട്ടൽ ഉടമയുടെ ഹൃദയം ദാനം ചെയ്തിരുന്നു. അങ്കമാലി സ്വദേശിയായ ഒരു യുവാവിനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം വെച്ചുപിടിപ്പിച്ചത്. ഇവിടെ അങ്കമാലി മള്ളൂശ്ശേരി സ്വദേശിയായ യുവാവാണ് അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവം കാത്തിരിക്കുന്നത് കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയാണ്. ബിൽജിത്ത് ബിജുവിന് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിലും മനോവേദനയിലും ഉരുകിക്കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം. അവരൊക്കെ ഈ ആശുപത്രി പരിസരത്ത് തന്നെയുണ്ട്. അതേസമയം മറ്റ് 7 പേർക്ക് പുതുജീവനിലേക്ക് അവർ കടന്നേക്കും എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പുതുജീവനിലേക്ക് കടക്കുന്നതിൻ്റെ പ്രതീക്ഷകളും അവിടെ കാത്തിരിക്കുന്നു. എന്തായിരുന്നാലും ഈ രാത്രി എന്ന് പറയുന്നത് ഈ 7 രോഗികളെയും സംബന്ധിച്ച് അവർ പൊതുജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു രാത്രിയായേക്കാം. അതത് ആശുപത്രികളിൽ അത്തരം ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയും ചെയ്യുന്നു. അതേസമയം ബിൽജിത്തിൻ്റെ ഹൃദയം കാത്തിരിക്കുന്ന 13-കാരിക്ക് അനുയോജ്യമാണോ എന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും. അതിനായുള്ള പരിശോധനകൾ നടന്നു വരികയും ചെയ്യുന്നു. ശരി പ്രദീപ, ബിൽജിത്തിന്റെ ഹൃദയം 13-കാരിക്ക് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടക്കുകയാണ്. ലിസി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർമാർ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കൂടുതൽ പരിശോധനകൾ അവിടെ നടക്കുകയാണ്. ഇന്നലെയാണ് ബിൽജിത്തിന് അപകടം സംഭവിച്ചതും ഇന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് 7 അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു.